എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളി വന്നു. ഞാനിന്ന് എത്തിയത് ജനാർദ്ദനൻ നായർ ചേട്ടൻ്റെ പയർ തോട്ടത്തിലാണ്. 250 മൂടോളം പയറിട്ടുണ്ട്. നീലപ്പയറും വെള്ളപ്പയറും ഉണ്ട്. അദ്ദേഹത്തെ പരമ്പരാഗത രീതിയിലുള്ള കൃഷി രീതിയാണ്. ഈ പയർ ആഴ്ചയിൽ 4 പ്രാവശ്യം വിളവെടുക്കും അല്ലേ? 4 പ്രാവശ്യം വിളവെടുക്കും. ആദ്യ വിളവെടുപ്പ് 60 കിലോയോളം പയറെടുത്തു ഈ തോട്ടത്തിൽ നിന്നല്ലേ. വിശാലമായ തോട്ടമാണ്. അപ്പം നമുക്ക് ജനാർദ്ദനൻ ചേട്ടനോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം, പയർ കൃഷി പുതുതായിട്ട് തുടങ്ങുന്നവർക്കും ഈ പയർ തോട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന എന്തെല്ലാമാണ് കൃഷി രീതി, വളം എങ്ങനെ ചെയ്യുന്നു, അതുപോലെ മുഞ്ഞ, അതുപോലെ വെള്ളീച്ച, അതുപോലെ ഈ പയറിനെ ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിൻ്റേതായ പ്രതിവിധികളുണ്ട്. മുഞ്ഞയ്ക്ക് അദ്ദേഹം വളരെ നല്ലൊരു നാടൻ മരുന്ന് പ്രയോഗം നടത്തുന്നുണ്ട്, പച്ചില. അതെന്താണെന്നെല്ലാം വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ചേട്ടാ, ഈ പയറിനെ ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളാണ്? മുഞ്ഞയുണ്ട്, ചാഴിയുണ്ട്, പുഴുവുണ്ട്. ആ പുഴുവെന്ന് പറയുന്നത് അങ്ങോട്ട് ഇത് ആയിക്കഴിഞ്ഞാൽ പയർ വരെ തിന്നുന്ന പുഴുവാണ്. അത് ഇലയിൽ കൂടെ കയറി തണ്ടിൻ്റെ അറ്റത്തിരുന്ന് കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്തിരിക്കും. അതിന് നമ്മൾ ഞങ്ങളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോരെ കഷായം വെക്കുക. പോരെ കഷായം തളിച്ച് കുറച്ചൊക്കെ മാറ്റം വരും. പിന്നെ അത് തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മരുന്ന് മേടിച്ചടിക്കുകയേ പറ്റുള്ളൂ. മരുന്നടിച്ചാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മാറും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മരുന്നടിക്കാതെ തന്നെ മാറുമായിരുന്നു. മഴ പെയ്തപ്പം ഒത്തിരി പുഴുവുണ്ടായിരുന്നു. നല്ല മഴ പെയ്തപ്പം മൊത്തം പരിച്ചതും പോയി. പിന്നെ കണ്ടതിലെ പുല്ലൂടെ ചെത്തി മാറ്റി. അങ്ങനെ പുഴു കുറച്ച് മാറ്റം കിട്ടി. ഇല മുരടിക്കുന്നതിന് എന്തെങ്കിലും? ഇല മുരടിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് മണമില്ല. അത് പിന്നെ പോയി. ആ പയർ മുരടിച്ചെന്ന് പറഞ്ഞാൽ ചവിട്ടിൽ നിന്നുള്ള കേടാണ് അതല്ല പോകുന്നത്. ഇല മുരടിച്ച് കഴിഞ്ഞാൽ അത് ചവിട്ടിയിൽ തണ്ട് പുഴു എന്നും പറഞ്ഞൊരെണ്ണമുണ്ട്. അത് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ കാമ്പ് കളഞ്ഞു കഴിഞ്ഞാൽ വേര് ഉണങ്ങുക. വേര് ഉണങ്ങിപ്പോയാൽ പിന്നെ ഒന്നുമില്ല. എന്നാൽ ഞങ്ങളൊക്കെ നേരത്തെ ഞാൻ ഈ അടിക്കുന്ന മരുന്ന് തന്നെ ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ച് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ ഒഴിച്ച് ഇടുമായിരുന്നു. പിന്നെ ചുണ്ണാമ്പും വേറെ ഒരു ഇതുണ്ടായിരുന്നു, അതും കൂടെ ഞങ്ങൾ ഇതിൻ്റെ ചൂട്ടിലിടുമായിരുന്നു കലക്കി. ചിലത് രക്ഷപ്പെടും, ചിലതങ്ങ് പോകും. അതിന് ചുണ്ണാമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോയത് പോയി കിട്ടിയത് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ പയർ തോട്ടത്തിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ എത്ര നാളിന് ശേഷം? പിന്നെ അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത മാസം 17 കഴിയുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ കണ്ടത്തിലോട്ട് ഇറങ്ങുന്നത്. അന്നേരം മരുന്നടിക്കും. റൗണ്ടപ്പ് മേടിച്ചടിച്ച് പുല്ലെല്ലാം കരിച്ച് ഇതെല്ലാം വള്ളിയെല്ലാം എടുത്ത് മാറ്റി എല്ലാം റെഡിയാക്കി ചെത്തി എല്ലാം റെഡിയാക്കി ഇട്ടേച്ച് തടം കുത്തിയിട്ട് പതുക്കെ തുടങ്ങുന്നത്. പിന്നെയും വെള്ളമാണെങ്കിൽ പിന്നെയും ഓരോ മാസം കൂടെ പിന്നെയും പോകും. അങ്ങനെ പോയി. അതാണ് ഇത്രയും താമസിച്ചത്. ചേട്ടാ, ഈ തോട്ടമേ ചേട്ടൻ പയറിട്ട് ഇത് എത്ര നാൾ ഇതിൽ നിന്ന് വിളവെടുക്കാം? 3 മാസമായ കണക്ക്. ചിലപ്പം കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ പയറിൻ്റെ അല്പ പോലെ ഇരിക്കും. അത് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗമാണോ അതിൻ്റെ പയറിൻ്റെ ഗുണനിലവാരമാണോ? പയറിൻ്റെ ഗുണം പോലെ ഇരിക്കും. പയർ ഇടുന്ന ഇല്ലയോ? ഇട്ട് 45 ദിവസം ആകുമ്പോഴേ ഉള്ളൂ വിളവെടുക്കാൻ നമുക്ക് തുടങ്ങി വെക്കുന്നത്. 45 ദിവസം അതിൻ്റെ കണക്ക്. 12 പടർന്ന് 45 ദിവസം കഴിയുമ്പോൾ നമുക്ക് പറിക്കാൻ തുടങ്ങും. ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വളമിടും അല്ലേ? എല്ലാ ആഴ്ചയിലും വളമിടും. എല്ലാ ആഴ്ചയിലും ഒരു നുള്ളു വളം വീതം ഇട്ടെങ്കിൽ ഇതിന്റെ വളമില്ലാതിരിക്കാൻ പാടില്ല. വളമിട്ട് വെള്ളവും തളിക്കും അല്ലേ? വെള്ളം ദിവസം ഒഴിക്കും. പയർ കൃഷിയിൽ നമ്മൾ ആദ്യം തടം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കീടനുണ്ടാകാതെ നോക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. കീടനുണ്ടായി പോയാൽ ആ പയറ് വെള്ളോട്ട് വരികയാണ്. അതിന് ആദ്യ കൃഷി തണ്ടലയാകുമ്പോൾ ഇതൊരു കണ്ണീച്ച പോലൊരു സാധനമുണ്ട്. അത് വന്ന് ഇത് കളയും. അതിന് നമ്മൾ ഒരു പൊടി എന്തോന്ന് അതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടെ, അത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് പമ്പിനകത്തിട്ട് ഒരു നുള്ളിട്ട് നല്ലപോലെ കളിക്കും. പമ്പ് കൊണ്ടടിക്കുന്നു. അതടിച്ചു കഴിഞ്ഞാൽ ആ കണ്ണീച്ച അങ്ങ് പോകും. കണ്ണീച്ച പോയാൽ പിന്നെ ആ പയറിന് കേടില്ല. അതുപോലെ ഈച്ച കെണിയും വെച്ചിട്ടുണ്ടല്ലോ ചേട്ടൻ? ഈച്ച കെണി അല്ലത്. ഈ പൊതു ഈച്ചയും വന്നിരിക്കുന്നതിന് ഈ ശർക്കര അതൊരു നല്ല പണിയാണ്. പക്ഷേ എല്ലായിടത്തും വിജയിക്കുക.
ശർക്കര ചിരട്ടയ്ക്കകത്ത് ആ ശർക്കരയ്ക്കകത്ത് വിഷവും കൂടെ ചേർത്ത് വെച്ചിരുന്നാൽ അത് വന്ന് അതിനകത്ത് വീഴും. ആ അത് പിന്നെ പോകത്തില്ല, പോകണ്ടിരുന്നു. അതൊക്കെ ചെയ്യാറുണ്ട്. ഞാനിപ്പം കൂടുതലും വലിയ മരുന്നടി ഇല്ലാതെ കൃഷി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജൈവ രീതിയിലുള്ള കൃഷി രീതിയാണ്. വളമിടും, വളമിടാതെ പറ്റുകയില്ല. ഈ ചേട്ടൻ ഒറ്റയ്ക്കാണോ ഈ കൃഷികളെല്ലാം ചെയ്യുന്നത്? ഇത് കൂലി കൊടുക്കുക, ഇത് ചെത്തി എല്ലാം വൃത്തിയാക്കുന്നത്. ആ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ തടം കൊത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല, തനിത്താനുള്ള പണിയേ ഉള്ളൂ. ഈ നടുന്നതും വല കെട്ടുന്നതും എല്ലാം. പിന്നെ മുളയൊക്കെ പലരും വിളിച്ച് തുമ്മി ഇവിടെ കൊണ്ടിരിക്കും. കാല് കുഴിച്ചിടുന്നത് നമ്മൾ തന്നെ. എന്താണെന്ന് വെച്ചാൽ വേറൊരാളെ കൊണ്ട് കുഴിച്ചിടാച്ചാൽ അവൻ മേളിലിട്ട ചുമവും, താഴത്തില്ല. മഴ പെയ്യുമ്പോൾ ഇത് ഉച്ചയും കിത്തി വീഴും. അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. നമ്മൾ കഴിയുന്നത് നമ്മൾ തന്നെ അത് ചെയ്തെങ്കിലേ നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഇതിൽ ഈ ഇത്രയും പയറിൽ നിന്ന് എത്ര കിട്ട് പയറ് പറിക്കാം? ആഴ്ചയിലാണോ പറിക്കുന്നത്? അത് എങ്ങനെയാണ്? ഒന്നര വിട്ട ഇത് ഇപ്പം ഞാൻ 60 കിലോ പയർ വരെ പറിച്ചു. 60 കിലോ വരെ ഒരു ഒന്നര വിട്ടില്ലേ? വിട്ട്. ചേട്ടാ, ഈ പയർ കൃഷി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതല്ലേ മുഞ്ഞ. ഈ മുഞ്ഞ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അത് മരുന്നടിച്ചേ പറ്റൂ. പിന്നെ മരുന്നടിക്കാതെ നമ്മൾ തനി മരുന്നുണ്ട്. ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പോല ഈ എല്ലാം കൂടെ സോപ്പും എല്ലാം കൂടെ കലക്കി അത് അരിച്ച് അത് തളിക്കുമായിരുന്നു. മുഞ്ഞയ്ക്കൊക്കെ നല്ല അതിനൊരു ചെറിയൊരു പവർ ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ അന്ന് 501 സോപ്പ് കിട്ടും, ഇന്ന് 501 ഇല്ല. അതാ ഏറ്റവും നല്ലതായിരുന്നു. പിന്നെ അതിനകത്ത് വേപ്പെണ്ണ ഒഴിക്കും. വേപ്പെണ്ണ ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചിരിക്കും. മറ്റേ ഇത് വെള്ളമല്ലേ, വെള്ളത്തിനത് ഇതിൽ പറ്റിയിരിക്കത്തക്ക രീതിയിൽ വരാനായിട്ട് ഈ വേപ്പെണ്ണ ഒഴിക്കുന്നു. അങ്ങനെ അത് ചെയ്യുന്നു. ഈ പയർ വിത്ത് നിങ്ങൾക്ക് തരികയാണ്. ഇത് ഒന്നുകൂടെ നല്ലപോലെ ഉണക്കി പൊട്ടിച്ച് വെച്ച് ഉണക്കിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ടേച്ച് നടാവും. 1 മണിക്കൂർ വെള്ളത്തിലിട്ട് മുളപ്പിച്ച് നടുക നല്ലത്. മുളപ്പിച്ച് നട്ടാൽ ഇതിൻ്റെ അകത്ത് പരിത് ഉള്ളത് അങ്ങ് പോവും, നല്ലത് മാത്രം കിളിക്കും. അതാണ് ഇത് ഉണക്കേണ്ടത്. വെയിലത്താണോ? വെയിലത്ത് തന്നെ വെച്ച് ഉണക്കുക. ചെറിയ വെയിലല്ലേ? നല്ല വെയിലത്ത് ഉണക്കണം അല്ലേ? നല്ലപോലെ ഉണക്കി വേണം, അല്ലെങ്കിൽ അത് കിളിക്കുകയില്ല. പച്ച കാടണ കിളിക്കാൻ മടിക്കും. അത് തന്നെയല്ല, ആ പച്ചയ്ക്ക് അതിന് മുരടിപ്പുണ്ടാവും. ചിലർ പറഞ്ഞേക്കാം ഇത് ഉണക്കി 6 മാസം കഴിഞ്ഞാൽ നടാവുന്നൊക്കെ. അങ്ങനെ 6 മാസം കഴിഞ്ഞാൽ ഇത് പിന്നെ വിത്ത് പോയി. ഇവര് വെച്ചിരിക്കുന്ന പറ്റും കൃഷിഭവന്. അവർ മരുന്ന് തളിച്ചാൽ വെച്ചേക്കുന്നത്. നമ്മൾ മരുന്നില്ല. ഞാൻ കൃഷിഭവനിൽ പോയി ചോദിച്ചതാ, അവർ പറയത്തില്ല മരുന്ന്. ജനാർദ്ദൻ നായർ ചേട്ടാ, ചേട്ടന് മുഞ്ഞയ്ക്കും ചാഴിക്കും എന്തോ ഒരു ഇല അഴുകി എന്തോ ചെയ്ത് അങ്ങനെ. അമ്പഴത്തിൻ്റെ ഇലയാണത്. അമ്പഴത്തിൻ്റെ ഇല പറിച്ച് പച്ച ഇലയായിരിക്കണം. അത് പറിച്ച് വെള്ളത്തിൽ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഒരു 2 കിലോ ഇട്ടാൽ ചതച്ചിടണം. ശകലം ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടാൽ ഒരാഴ്ച ആകുമ്പോൾ ഇത് പുളിക്കും. പുളിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് വെള്ളത്തിലിറങ്ങും. വെള്ളം തളിച്ചാൽ മുഞ്ഞയും ചാഴി പരിച്ഛേദം മാറും. അതിനകത്ത് പിന്നെ വെള്ളം ചേർക്കണോ അതോ? വെള്ളം ചേർക്കണ്ട, അത് തന്നെ പിഴിഞ്ഞ് അത് തന്നെ അങ്ങ് തളിച്ചാൽ മതി. അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറയല്ലേ. ഇലയിൽ അടിയിലോ മുകളിലും എല്ലാം തളിക്കണം. ചുവട്ടിൽ തളിക്കരുത്. ചുവട്ടിൽ വേണമെന്നില്ല, ചുവട്ടിൽ വീഴുമല്ലോ. സ്വാഭാവികമായിട്ട് തളിക്കുമ്പോൾ അത് ചുവട്ടിൽ വീണുകൊണ്ടിരിക്കും. ഇത് എത്ര നാൾ ഇടവിട്ട് ചെയ്യണം ഇങ്ങനെ? അങ്ങനെ ചാഴി പോകുന്നിടം വരെ ചെയ്തേ പറ്റും. അല്ലെ ചാഴി അത് ഇങ്ങനെ ചാഴി പൂർണ്ണമായും മാറും. മുഞ്ഞയ്ക്ക് നല്ല ശമനവും ഉണ്ടാവും. മുഞ്ഞയ്ക്ക് ശമനം ഉണ്ടാവും. ഇപ്പം കർഷകർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു നല്ലൊരു പിന്നെ രീതിയാണ് ഇതില്ലേ. അത്ര ചിലവൊന്നുമില്ലല്ലോ ഇതിന്. ചിലവ് കുറവും വരവ് കൂടുതലും. അതെ, ചിലവ് കുറവെന്ന് പറയാൻ ബന്ധപ്പെടണം എന്നുള്ളതേ ഉള്ളൂ.